കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണ നിരോധന കേസിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കാൻ ദേശീയപാത സംരക്ഷണ സമിതി നാളെ അടിമാലിയിൽ ദേശീയപാത ഉപരോധിച്ച് സൂചനാ സമരം നടത്തും. നിരോധനം ബാധിച്ചിരിക്കുന്ന പ്രദേശം വനഭൂമിയല്ല എന്ന സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ മന്ത്രി അടക്കമുള്ളവരെ വഴിയിൽ തടയാനാണ് തീരുമാനം. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വനഭൂമിയിലാണ് നിർമ്മാണമെന്ന ആദ്യ സത്യവാങ്മൂലമാണ് ഹൈക്കോടതി ഉത്തരവിന് കാരണം. എന്നാൽ ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് വർഷങ്ങൾക്ക് മുമ്പ് കൈമാറിയതാണ് എന്നും മലയാറ്റൂർ റിസർവിന്റെ ഭാഗമല്ല എന്നും സർക്കാർ സമ്മതിക്കുന്നുണ്ട് എങ്കിലും കേസ് പരിഗണിച്ചപ്പോഴൊന്നും എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വഴിതടയൽ സമരത്തിലേക്ക് കടക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. 7-ാം തീയതി ഗവൺമെന്റ് അനുകൂലമായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ അനുകൂലമായ വിധി ഉണ്ടാക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി 6-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് അടിമാലി ടൗണിൽ ദേശീയപാത സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ദേശീയപാത ഉപരോധം നടത്താൻ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ സാംസ്കാരിക സാമുദായിക സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഉപരോധ സമരം നടത്തുകയാണ്. കേസ് പരിഗണിക്കുന്ന ചൊവ്വാഴ്ചയും സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എങ്കിൽ ദേവികുളം MLA മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരെ വഴിയിൽ തടയാനും ഉപരോധിക്കാനുമാണ് തീരുമാനം. സർക്കാർ സമാന നിലപാട് തുടർന്നാൽ ബുധനാഴ്ച ദേവികുളം താലൂക്കിൽ ഹർത്താൽ ആചരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. 2 മാസത്തിലേറെയായി നിർമ്മാണം നിലച്ച നേര്യമംഗലം വാളറ റൂട്ടിൽ യാത്രാക്ലേശവും ഇരട്ടിയായിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയുടെ ആകെ വികസനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന വികാരവും മേഖലയിൽ ശക്തമാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.